ഹലോ, നമുക്കെങ്ങനെ കൂവയിൽ നിന്ന് കൂവപ്പൊടി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ കൂവ കിളച്ചെടുത്തതിന് ശേഷം കുറേ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിയുമ്പോൾ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ബാക്കിലോട്ട് പിടിക്കുമ്പോൾ തന്നെ തൊലികളെല്ലാം നന്നായിട്ട് ഇളകി വരും. അതിന് ശേഷം അതൊന്നുകൂടെ വൃത്തിയാകത്തോണ്ട് ഞാൻ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. നമ്മളെല്ലാം അരിഞ്ഞതിന് ശേഷം കുറേശ്ശെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നാലേ നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തുള്ളൂ. ഇത് ഫുള്ള് നമ്മൾ അരച്ചെടുത്തതിന് ശേഷം ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മില്ലി കൊടുത്ത് അരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇതെല്ലാം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് പിഴിഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു മുക്കാൽ പരുവത്തോളം വെള്ളം ഒഴിക്കണം. അതിനുശേഷം ഇതുപോലെ ഒരു തുണി കെട്ടിയിട്ട് കുറേശ്ശെ ഇട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഈ കൂവയുടെ പൊടികളെല്ലാം താഴ്ത്താട്ട് പോകും. അതിനുശേഷം മാത്രമേ നമ്മൾ അരിപ്പ എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കാവൂ. നമ്മൾ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് പ്രാവശ്യം നമ്മൾ എടുത്ത് പിഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊന്നും കാണാറില്ല. ഞാൻ അങ്ങനെ ഓരോ ഐഡിയകൾ നോക്കിയാണ് ഈ ഒരു ഐഡിയയിലെത്തിയത്. ഇതാണ് എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയത്. ഇതാകുമ്പോൾ ഒറ്റ ട്രിപ്പ് പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ ഒന്നും കൂടെ വെള്ളം കലക്കി പിഴിഞ്ഞ് നോക്കുമായിരുന്നു. നേരത്തെയൊക്കെ ആണെങ്കിൽ വീണ്ടും കിട്ടുമായിരുന്നു. പിന്നീട് നമ്മൾ ലാസ്റ്റ് വരുന്നത് ഈ തുണി വെച്ച് നല്ലോണം ഒന്ന് പിഴിഞ്ഞ് കൊടുക്കണം. ഇതിൽ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് എന്നെ സഹായിക്കും. ഇത് 2 കിലോയേ ഉള്ളൂ. ഞാൻ 2 കിലോയെ എടുത്തത്. അതുകൊണ്ടിട്ടാണ് ഞാൻ തന്നെ ചെയ്യുന്നത്. ഇതെല്ലാം പിഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു കലക്ക വെള്ളം പോണ കരിക്ക് ഈ ഒരു വെള്ളം ഇരിക്കുന്നത് ഒരു 5-6 മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേനും കൂവ നമുക്ക് താഴോട്ട് നന്നായിട്ട് അടിഞ്ഞു വരും. ഇപ്പം തന്നെ നമ്മളൊന്ന് കൈയിട്ട് ഇളക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂവ താഴോട്ട് പൊടി അടിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതെന്തായാലും നമ്മളൊരു 6 മണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് ഈ വെള്ളം മേലെയും കൂവ താഴെയായിട്ട് കിട്ടും. കൂവപ്പൊടി ഈ വെള്ളമാണെങ്കിൽ നമ്മളെടുത്ത് ചരിച്ച് കളഞ്ഞാൽ പോലും ആ കൂവപ്പൊടി അവിടെ തന്നെ ഇരിക്കും. ഇതൊരു 6 മണിക്കൂറിന് ശേഷമുള്ള പരുവാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇത് കളഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കണം. ഇങ്ങനെ വലിയൊരു പ്രോസസ്സ് നമ്മൾ 5-6 പ്രാവശ്യം ചെയ്യുന്നത്. ഞാൻ രാവിലെയാണ് ഇത് പിഴിഞ്ഞ് വെച്ചത്. പിന്നെ രാത്രിയിലാണ് ഇത് ചെയ്യുന്നത്. ഇത് വീണ്ടും രാവിലെ ഞാൻ വീണ്ടും കലക്കി വെക്കും. പിന്നെ വീണ്ടും രാത്രിയിൽ വീണ്ടും കലക്കും. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം ചെയ്താൽ മാത്രമേ കൂവ നല്ല ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. കൂവപ്പൊടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സാധനമാണ്. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്ക് വേണമെങ്കിലും കുടിക്കാം. ഫുഡ് പോയ്സണൊക്കെ ആയിട്ട് ചെല്ലുവാണെങ്കിൽ ഡോക്ടർമാർ പറയും കൂവപ്പൊടി ഉണ്ടെങ്കിൽ അല്ലാതെ കാച്ചി കുടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വയറിനൊക്കെ നല്ലൊരു തണുപ്പും നല്ലൊരു ആശ്വാസവും കിട്ടും. ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് സ്റ്റേജാണ് കണ്ടോ. ഇപ്പം നല്ല വെള്ളമെല്ലാം തെളിഞ്ഞിട്ട് അടിയിൽ കൂവപ്പൊടി മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ. ഇതിന് ശേഷമാണ് നമ്മളിനി ഉണക്കാൻ വെക്കേണ്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പോയിട്ടുണ്ട്. എന്നിട്ടും കൂവ പോവാതെ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ അടിയിൽ തന്നെ അടിഞ്ഞിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. ഏത് പാത്രത്തിലാണ് നമ്മൾ ഉണക്കാൻ വെക്കുന്നത് ആ പാത്രത്തിലോട്ട് നമ്മൾ ഇതെല്ലാം തട്ടിയിട്ട് കൊടുക്കണം. നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇത് നല്ല കട്ടയായിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് നല്ലതായിട്ട് നമ്മൾ പൊടിച്ച് കൊടുക്കണം. പൊടിച്ച് ഉണക്കുകയാണെങ്കിൽ ഉണങ്ങാനും എളുപ്പമാണ്. ഉണങ്ങിയതിന് ശേഷം നമുക്ക് പൊടിക്കാനായിട്ട് ഭയങ്കര പാടുമായിരിക്കും. അതുകൊണ്ട് ആദ്യമേ നമ്മളിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടും. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ജാറിലൊക്കെ ഇട്ട് പൊടിച്ചെടുക്കാറുണ്ട്. ഉണങ്ങിയതിന് ശേഷം നമ്മൾ കൈകൊണ്ട് പൊടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അതാണ് ഏറ്റവും നല്ലത്. ആദ്യമേ നമ്മൾ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് പൊടിച്ച് സൂക്ഷിക്കേണ്ട. കാരണം നമ്മൾ 3-4 വർഷമൊക്കെ ഇത് കേടുകൂടാതിരിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ എന്താണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് വെയിലത്ത് വെച്ചിട്ട് നമുക്കൊരു 3-4 ദിവസം നല്ല വെയിൽ കൊണ്ടാൽ മാത്രമേ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഞാൻ 2 കിലോ ആണ് എടുത്തത്. ഇതിൽ നിന്ന് നമുക്ക് എത്ര കിട്ടിയെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളൊരു 3-4 ദിവസം കുറച്ച് നേരം ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3-5 വർഷത്തേക്ക് കൂവപ്പൊടി തയ്യാറാക്കി വെക്കാം. ഇതിൽ നിന്ന് 1-2 സ്പൂൺ എടുത്താൽ മതി നമുക്ക് കൂവ കാച്ചിയെടുക്കാനൊക്കെ. ഇതിപ്പം കണ്ടോ, നമ്മൾ 2 കിലോ എടുത്ത് നമുക്കതിൽ നിന്ന് 266 ഗ്രാം കൂവപ്പൊടിയാണ് കിട്ടിയത്. അപ്പോൾ നമുക്കൊരു 10 കിലോ കൂവയൊക്കെ എടുത്താൽ മാത്രമേ നമുക്കൊരു 2-2.5 കിലോ കൂവപ്പൊടി കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ കൂവ കാച്ചി എടുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഹെൽത്തിയാണ്. നമ്മുടെ വയറിന് നല്ലൊരു തണുപ്പ് കിട്ടും. വീട്ടിൽ കൂവ ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്തുള്ള വിപണിയിലൊക്കെ പോയി തിരക്കിയാൽ മതി. അവിടെ നിന്ന് കൂവ നമുക്ക് വില കുറച്ച് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കൂവപ്പൊടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ശരി, ബൈ.